കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വാഴക്കുളം. സിൽവർ ജൂബിലിയുടെ നിറവിൽ അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ. മൂവാറ്റുപുഴയാറിൽ നിന്ന് സ്ത്രീയുടെയും കുഞ്ഞിന്റെയും മൃതദേഹം കണ്ടെത്തി. വെള്ളിയാഴ്ച വൈകിട്ട് 5ഓടെയാണ് മുളക്കുളം പാലത്തിന് സമീപം മൃതദേഹങ്ങൾ നാട്ടുകാർ കണ്ടത്. മൂവാറ്റുപുഴയാറിൽ മുളക്കുളം പാലത്തിന് സമീപം സ്ത്രീയുടെയും മുളക്കുളം ആറാട്ടുകടവിനടുത്ത് ആൺകുഞ്ഞിന്റെയും മൃതദേഹം കണ്ടെത്തി. വെള്ളിയാഴ്ച വൈകിട്ട് 5ഓടെയാണ് മൃതദേഹങ്ങൾ നാട്ടുകാർ കണ്ടത്. 35 വയസ്സ് തോന്നിക്കുന്ന സ്ത്രീയുടെ മൃതദേഹമാണ് ആദ്യം കണ്ടത്. നാട്ടുകാർ വിവരമറിയിച്ചതനുസരിച്ച് പിറവം പോലീസ് സ്ഥലത്തെത്തി. അപ്പോഴേക്കും കുഞ്ഞിന്റെ മൃതദേഹം ഒഴുകിപ്പോയിരുന്നു. വെള്ളൂർ മേഖലയിൽ നിന്ന് വെള്ളൂർ പോലീസാണ് കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെടുത്തത്. ആൺകുട്ടിക്ക് 2 വയസ്സ് പ്രായം തോന്നിക്കും. പിറവം പോലീസ് മേൽനടപടി സ്വീകരിച്ച് മൃതദേഹങ്ങൾ പിറവം താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. 2 മൃതദേഹങ്ങൾക്കും പഴക്കമില്ലാത്തതിനാൽ ഇന്നലെ രാവിലെയോടെ പുഴയിൽ അകപ്പെട്ടതാകാമെന്നാണ് കരുതുന്നത്. എന്നാൽ പിറവം മേഖലയിൽ നിന്ന് ആരെയും കാണാതായതായി പരാതി ലഭിച്ചിട്ടില്ലെന്നും അന്വേഷണം നടത്തുന്നുണ്ടെന്നും പിറവം പോലീസ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.